His mother had picked up a piece of fish and was flying across to him with it. മദർ ഒരു മീൻ കഷ്ണം എടുത്തിട്ട് അവളുടെ നേരെ ഇങ്ങനെ പറന്നു വരുമായിരുന്നു. He leaned out eagerly, tapping the rock with his feet, trying to get nearer to her as she flew across. സീഗൾ എന്ത് ചെയ്തു? അവളിങ്ങനെ മുന്നിലോട്ട് ചാഞ്ഞു നിന്നു, റോക്കിൽ ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട്, കാലുകൊണ്ട് ഇങ്ങനെ അടിച്ചിട്ട്. ടാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അടിക്കുക, എന്നിട്ട് എത്രയും വേഗം അത് കിട്ടാൻ വേണ്ടിയിട്ട്. But when she was just opposite to him, abreast of the ledge, അമ്മ അവന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയ സമയത്ത്, അബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ്, ആ ലെഡ്ജിന്റെ ഏറ്റവും അടുത്തായ സമയത്ത്, she halted, അവൾ അവിടെ നിന്നു. Her legs hanging limp, കാലുകളൊക്കെ ഇങ്ങനെ കുഴഞ്ഞ പോലെ അവിടെ നിൽക്കുകയാണ്. Her wings motionless, വിങ്സ് ഒക്കെ മോഷൻലെസ്, ചലനമറ്റ രീതിയിൽ നിന്നു. The piece of fish in her beak almost within reach of his beak, സീഗളിന്റെ ബീക്കിനോട് ഏറ്റവും അടുത്ത് അമ്മയുടെ ബീക്കിലെ ഫിഷ് ഉണ്ടായിരുന്നു. പക്ഷെ അവന് കിട്ടുമോ? കിട്ടില്ല. ആ സമയത്ത് അമ്മ അവിടെ നിൽക്കുകയാണ്. He waited a moment in surprise, സീഗള് ഒരു നിമിഷം ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നിന്നു. Wondering why she did not come nearer, എന്തുകൊണ്ടായിരിക്കും അമ്മ എൻ്റെ അടുത്തോട്ട് വരാത്തേന്ന് അവൻ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. പിന്നെ എന്ത് ചെയ്തു? And then, maddened by hunger, he dived at the fish. വിശപ്പ് കൊണ്ട് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചിട്ട് അവൻ ആ ഫിഷിന് നേരെ ഡൈവ് ചെയ്തു, ഇങ്ങനെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. With a loud scream, he fell outwards and downwards into the space. ഒരു വലിയ ശബ്ദത്തോടെ അവൻ ഇങ്ങനെ സ്പേസിൽ, അന്തരീക്ഷത്തിലോട്ട് പറന്നുപോയി. ഔട്ട്വാർഡ്സ് ആൻഡ് ഡൗൺവാർഡ്സ് എന്ന് പറഞ്ഞാൽ ആദ്യമായി പറക്കുമ്പോൾ നമുക്ക് ബാലൻസ് കിട്ടില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. His mother had swooped upwards. As he passed beneath her, he heard the swish of her wings. അപ്പം അവനിങ്ങനെ താഴത്തോട്ട് പോയപ്പോൾ എന്ത് സംഭവിച്ചു? അമ്മ സ്വീപ്ഡ് അപ്വാർഡ്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉയർന്ന് മുകളിലോട്ട് പോയി. അമ്മ അവനെ കൊണ്ട് പഠിപ്പിക്കുകയാണ് പറക്കാൻ വേണ്ടിയിട്ട്. As he passed beneath her, he heard the swish of her wings. അവൻ അമ്മയുടെ അടുത്തോട്ട് ചെല്ലാൻ തുടങ്ങുമ്പോഴത്തേനും അമ്മ ഇങ്ങനെ ഉയർന്നു പോകുന്ന ശബ്ദം അവന് കേട്ടു. സ്വിഷ് എന്ന് പറഞ്ഞാൽ വിങ്സിന്റെ ശബ്ദം അവന് കേട്ടു. Then a monstrous terror seized him and his heart stood still. അപ്പോഴാണ് അവന് ശ്രദ്ധിച്ചത് അവൻ പാറപ്പുറത്തുനിന്ന് പുറത്തായിട്ടുണ്ട്, സ്പേസിലായിട്ടുണ്ട്. അപ്പോൾ എ മോൺസ്ട്രസ് ടെറർ എന്ന് പറഞ്ഞാൽ ഭയാനകമായിട്ടുള്ള ഒരു ഭീതി അവനെ പിടികൂടി. സീസ്ഡ് എന്ന് പറഞ്ഞാൽ പിടികൂടി. His heart stood still, അവന്റെ ഹൃദയം ഒരു മൊമെന്റിൽ ഇങ്ങനെ നിശ്ചലായി നിന്നു. He could hear nothing, അവനൊന്നും കേൾക്കാൻ സാധിച്ചില്ല. But it only lasted a moment. പക്ഷെ അതൊരു ചെറിയൊരു മൊമെന്റ് മാത്രമേ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. The next moment he felt his wings spread outwards. അടുത്ത നിമിഷം എന്താണ്? അവന് തന്നെ അവന്റെ ചിറകടി വെച്ച കേൾക്കായിരുന്നു. The wind rushed against his brush feathers, then under his stomach and against his wings. കാറ്റിങ്ങനെ അവന്റെ ബ്രസ്റ്റിന്റെ അവിടെയും അടിയിൽ സ്റ്റൊമക്കിലും വിങ്സിലൊക്കെ ഇങ്ങനെ അടിച്ച് തട്ടുന്നുണ്ടായിരുന്നു. He could feel the tips of his wings cutting through the air. അവനിങ്ങനെ വിങ്സ് ഇങ്ങനെ ആക്കുമ്പം അവന്റെ വിങ്സ് ഇങ്ങനെ ആ വിൻഡിനെ ഇങ്ങനെ കട്ട് ചെയ്ത് പറന്നു പോയുന്നതായിട്ട് അവന് ഫീൽ ചെയ്തു. He was not falling headlong now. ഹെഡ്ലോങ് എന്ന് പറഞ്ഞാല് തലകുത്തി വീഴുക. ഇപ്പൊ അവന് എന്തായാലും തലകുത്തി വീഴുന്നൊന്നുമില്ല. Now he was soaring gradually. Soaring എന്ന് പറഞ്ഞാല് ഉയർന്നു പൊങ്ങുക. ഇപ്പൊ അവനിങ്ങനെ ഉയർന്നു പൊങ്ങുന്നുണ്ട്. He was no longer afraid. No longer എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്നു, ഇനി അങ്ങോട്ടില്ല. ഇതുവരെ അവന് പറക്കാൻ പറ്റുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു, ഇനി അങ്ങോട്ട് അവന് അങ്ങനെ ഒരു പേടിയേ ഇല്ല. He just felt a little bit dizzy. Dizzy എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തലചുറ്റൽ പോലെയൊക്കെ അവന് തോന്നി. Then he flapped his wings once and he soared upwards. അങ്ങനെ തോന്നിയ സമയത്ത് അവൻ ഒന്നും കൂടെ ചിറകടിച്ചു. അപ്പോൾ വീണ്ടും ആകാശത്തോട്ട് ഉയർന്നു പൊങ്ങി. He uttered a joyous scream and flapped them again. അവന് joyous scream ഉണ്ടാക്കി, സന്തോഷത്തോടെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് വീണ്ടും ചിറക് ഇങ്ങനെ അടിച്ചുയർന്നു പൊങ്ങിക്കൊണ്ടിരുന്നു. He soared higher. ഉയരങ്ങളിലോട്ട് പറന്നുപോയി. He raised his breast and banged against the wind. അവൻ കാറ്റിന് നേരെ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഗാ 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 ഗോള. His mother swooped past him, her wings making a loud noise. അമ്മ അവൻ അടുത്തൂടെ തന്നെ പറന്നു പോകുന്നുണ്ടായിരുന്നു, സന്തോഷത്തോടെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട്. He answered her with another scream.
അവൻ അമ്മയുടെ ശബ്ദത്തിന് മറുപടിയായിട്ട് വേറെ ശബ്ദം ഉണ്ടാക്കി. Then his father flew over him screaming. അപ്പൊ തന്നെ അവന്റെ അച്ഛനും സ്ക്രീം ചെയ്തുകൊണ്ട് ചുറ്റും വന്നു. Then he saw his two brothers and sister flying around him, soaring and diving. അപ്പൊ അവൻ നോക്കുമ്പോ എന്താണ്, അവന്റെ 2 ബ്രദേഴ്സും സിസ്റ്ററും എല്ലാരും അവന് ചുറ്റും പറന്ന് പൊങ്ങുന്നുണ്ട് സന്തോഷത്തോടെ. Then he completely forgot that he had not always been able to fly and commenced to dive and soar, shrieking shrilly. ആ സമയത്ത് അവന് ഇതുവരെ പറക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു എന്നുള്ള വസ്തുത തന്നെ മറന്നുപോയി. എന്നിട്ടോ commenced to dive and soar, വീണ്ടും വീണ്ടും അവനിങ്ങനെ ഊളിയിട്ട് പറന്ന് പൊങ്ങിക്കൊണ്ടിരുന്നു. shrieking shrilly എന്ന് പറഞ്ഞാല് ഉച്ചത്തിൽ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട്. He was near the sea now. അപ്പൊ അവൻ എവിടെ എത്തി? കടലിന്റെ അടുത്തെത്തി. ഫ്ലൈയിങ് സ്ട്രെയിറ്റ് ഓവർ ഇറ്റ്, കടലിന്റെ സ്ട്രെയിറ്റ് മുകളിലൂടെയാണ് അവൻ പറന്നുകൊണ്ടിരിക്കുന്നത്. ഫേസിങ് ഔട്ട് ഓവർ ദ ഓഷ്യൻ, കടലിനെ നേരെ നോക്കിക്കൊണ്ടാണ് അവൻ പറക്കുന്നത്. He saw a vast green sea beneath him. അവൻ നോക്കുമ്പോൾ എന്താ അവൻ കാണുന്നത്? നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ പച്ച കളറിലല്ലേ സീ കാണുക, വിശാലമായ ഗ്രീൻ സീ ഇങ്ങനെ കാണുകയാണ്. വിത്ത് ലിറ്റിൽ റിഡ്ജസ് മൂവിങ് ഓവർ ഇറ്റ്. റിഡ്ജസ് എന്ന് പറഞ്ഞാൽ ഓളം. അപ്പൊ മുകളിൽ നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതിന് ഓളങ്ങളൊന്നും കാണില്ല, നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ് അതിനിങ്ങനെ ഓളങ്ങളൊക്കെ കാണുന്നത്. He turned his beak sideways and crowed amusedly. അപ്പൊ അവനിങ്ങനെ സന്തോഷം കൊണ്ട് സൈഡ് വേസ് ഒക്കെ അവന്റെ കൊക്ക് ഇങ്ങനെ സൈഡ് വേസിലോട്ടൊക്കെ ആക്കി അവനിങ്ങനെ ശബ്ദം ഉണ്ടാക്കി പറന്നുകൊണ്ടിരിക്കുകയാണ്. His parents and his brothers and sister had landed on the green floor in front of him. അവന്റെ പേരൻസും ബ്രദേഴ്സും സിസ്റ്ററും മുമ്പിലുള്ള സീലുള്ള ഗ്രീൻ ഫ്ലോറിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്, നിന്നിട്ടുണ്ട്. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? They were beckoning to him, calling shrilly. Beckoning എന്ന് പറഞ്ഞാൽ മാടി വിളിക്കുക. അവനെ ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ? ഇപ്പൊ അന്തരീക്ഷത്തിലൂടെ പറക്കാൻ അവൻ പഠിച്ചു, ഇനി സീഡ് മുകളിലും കൂടെ ഫ്ലോട്ട് ചെയ്യാൻ അവന് പഠിക്കണം. എല്ലാ രീതിയിലും അവൻ ഏബിൾ ആവണം അതിനു വേണ്ടിയിട്ട്. He dropped his legs to stand on the green sea. അവനപ്പം പറക്കലൊക്കെ നിർത്തിയിട്ട് താഴെ അവന്റെ കാലുകൾ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തു സീല് നിൽക്കാൻ വേണ്ടിയിട്ട്. His legs sank into it. Sank എന്ന് പറഞ്ഞാൽ മുങ്ങ. അവന്റെ കാലുകൾ അതിലിങ്ങനെ മുങ്ങി. He screamed with fright and attempted to rise again. അവൻ പേടിയോടെ അലറാൻ തുടങ്ങി, എന്നിട്ട് വീണ്ടും പറന്നുയരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. But he was tired and weak with hunger and he could not rise. അവൻ വളരെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു, നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവന് പറന്നു പൊങ്ങാൻ സാധിച്ചില്ല. But he was tired and weak with hunger and he could not rise. പക്ഷെ അവൻ വിശപ്പ് കാരണം ഭയങ്കര ടയേർഡായിരുന്നു, അതുകൊണ്ട് തന്നെ അവൻ ഉയർന്നു പൊങ്ങാൻ കഴിഞ്ഞില്ല. എക്സോസ്റ്റഡ് ബൈ ദ സ്ട്രെയിഞ്ച് എക്സസൈസ്. അവൻ ആദ്യമായിട്ടാണല്ലോ പറക്കുന്നത്, അപ്പൊ ആ സ്ട്രെയിഞ്ച് എക്സസൈസ് കൊണ്ട് തന്നെ അവൻ എക്സോസ്റ്റഡ് ആയിരുന്നു, വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഹിസ് ഫീറ്റ് സാങ്ക് ഇൻ ടു ദ ഗ്രീൻ സീ. അവന്റെ ഫീറ്റുകൾ, കാലുകൾ ആ ഗ്രീൻ സീൽ ഇങ്ങനെ മുങ്ങി. ആൻഡ് ദെൻ ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ്. ബെല്ലി എന്ന് പറഞ്ഞാൽ വയർ ഇങ്ങനെ അതിൽ ടച്ച് ചെയ്തു. ആൻഡ് ഹി സാങ് നോ ഫർദർ. വീണ്ടും താഴോട്ട് അവൻ പോയില്ല. അപ്പൊ അത്രേ പോവുള്ളൂ സാധാരണ പക്ഷികൾ, പിന്നീട് അവർക്ക് അതിനകത്തൂടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ പറ്റും. ഹി വാസ് ഫ്ലോട്ടിങ് ഓൺ ഇറ്റ്. ഇപ്പൊ എന്താണ്, അവൻ അതിലൂടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അവൻ അന്തരീക്ഷത്തിലൂടെ പറക്കാൻ പഠിച്ചു, പിന്നീട് സീലിന്റെ മുകളിലൂടെ ഫ്ലോട്ട് ചെയ്യാനും പഠിച്ചു. ആൻഡ് അറൗണ്ട് ഹിം ഹിസ് ഫാമിലി വാസ് സ്ക്രീമിങ് പ്രൈസിങ് ഹിം. അപ്പോൾ അവന്റെ ചുറ്റും എന്താണ്, അവന്റെ ഫാമിലി മൊത്തം സന്തോഷം കൊണ്ട് അലറി വിളിക്കുന്നുണ്ടായിരുന്നു. പ്രൈസിങ്, അവനെ അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് their beaks were offering him scraps of dog fish. അവരുടെയൊക്കെ കൊക്കുകളിൽ അവന് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, അവന് നൽകാൻ ഡോഗ് ഫിഷിന്റെ പീസസ് ഉണ്ടായിരുന്നു. ഡോഗ് ഫിഷ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഷാർക്കാണ് ഡോഗ് ഫിഷ്, സ്രാവ്. He had made his first flight. അങ്ങനെ നമ്മുടെ സ്റ്റോറിയിലെ സീകൾ അവന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തി. ഇതാണ് നമ്മുടെ സ്റ്റോറി. ഇത് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മളെല്ലാവരും ഒരു കാര്യം ചെയ്തു തുടങ്ങാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ തുടങ്ങിക്കഴിഞ്ഞാൽ അതങ്ങനെ മുന്നോട്ട് പൊക്കോളും. ഈ സ്റ്റോറി നല്ലൊരു തുടക്കമാവട്ടെ. ഇതിലെ കഥാപാത്രമായ സീകളിനെ പോലെ ചുറ്റുപാടുകളെല്ലാം നിരീക്ഷിച്ച് സെൽഫ് കോൺഫിഡൻസോടെ ഇൻഡിപെൻഡൻ്റായി ചിറകടിച്ചുയരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.